ചെക്ക് ഐസ്ക്രീം വാങ്ങാനായിട്ട് ഇനി ആരും കടയിലും പോകണ്ട, ഒത്തിരി പൈസയും കൊടുക്കണ്ട. നമ്മുടെ അടുക്കളയിലുള്ള 3-4 ചേരുവ വെച്ചിട്ട് ഇന്ന് നമുക്ക് നല്ല അടിപൊളി രുചിയിൽ നല്ല സൂപ്പർ ഐസ്ക്രീം റെഡിയാക്കാം. ചക്കയുടെ അതേ സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിട്ട് എത്ര കഴിച്ചാലും കൊതി തീരൂല. നല്ല പൊള്ളുന്ന ചൂടല്ലേ, ഈ ഒരു ചൂടത്ത് ഐസ്ക്രീം കിട്ടിയാൽ അത് ആർക്കേക്കാരം ഇഷ്ടമല്ലാത്ത, പ്രത്യേകിച്ച് ചക്കയുടെയൊക്കെ സീസണാണല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കാം. ഞാനിതവിടെ ഒരു 500 മില്ലി പാല് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരിച്ചിരി പാല് ഒരു ജഗ്ഗിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞ് ബൗളെടുത്ത് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അതേ അളവിൽ തന്നെ നമ്മൾ പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. രണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീമോ അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു ഐസ്ക്രീമിന്. എന്നാൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രുചി അത് എത്രത്തോളം ഉണ്ടെന്ന്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഏകദേശം ഒരു 1/4 കപ്പ് പാൽ എടുത്ത് വെച്ചിരുന്നു. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഈ ഒരു ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ്. ഗോതമ്പ് പൊടിൻ്റെ അളവൊന്നും കൂടിപ്പോകണ്ട. ഒരു 500 മില്ലിക്ക് 3 ടീസ്പൂൺ കണക്കാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ കട്ടയൊക്കെ ഉണ്ടാവും, അതിനൊന്നും ടെൻഷൻ ആവേണ്ട, അവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പാലിതാ നേരെ ഗ്യാസിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. നമ്മളിന്ന് എടുക്കുന്ന ചക്ക അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചക്ക ഐസ്ക്രീമൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അങ്ങ് മെൽറ്റായി, പാലൊക്കെ അങ്ങ് തിളച്ച് തുടങ്ങി. ഈ ഒരു സമയത്തും തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഒരു ഗോതമ്പ് പൊടിയുടെയും അതുപോലെ തന്നെ പാൽപ്പൊടി മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകിപ്പോവും. ഗോതമ്പ് പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടട്ടെ. ഈ ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വില കൊടുക്കണം. എന്നാൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ്, അതുപോലെ പൈസയും ലാഭമാണ്. പിന്നെ ഇപ്പം എന്താ ഉണ്ടാക്കാൻ മടിയല്ലേ. ചക്കയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു 10 ചോള ചക്ക അങ്ങോട്ട് ഇരിഞ്ഞ് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് റെഡിയാക്കാം. ഗോതമ്പ് പൊടിയൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കലക്കിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചൂടാറി വരട്ടെ. നന്നായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ വെന്ത് ഉഷാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. സാധാരണ നമ്മളെ കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡ്, അതേ ഒരു രുചിയിലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെയും അതുപോലെ തന്നെ പാൽപ്പൊടിയുടെയും മിക്സ് കിട്ടിയിട്ടുള്ളത്. ഞാനിതാ അവിടെ ഒരു 10 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. നന്നായി മധുരമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾവശത്തിലുള്ള ആ കുരുവും അതുപോലെ ചക്കയിലുള്ള നമ്മളവിടെ ചൗണി എന്നൊക്കെ പറയും, അതൊക്കെ അങ്ങോട്ട് കളഞ്ഞെടുത്തിട്ട് ഈ ഒരു ചക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 500 മില്ലി പാലിലോട്ട് ഒരു 10 ചക്കച്ചോള കറക്റ്റ് അളവാണ്. നല്ല ടേസ്റ്റും ഉണ്ടായി. അതുപോലെ തന്നെ ആ ഒരു ചക്കയുടെ സ്മെല്ലും ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐസ്ക്രീമിലോട്ട്. ചക്കയൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മധുരമില്ലാത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ മടിയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് ഇത് റെഡിയാക്കിക്കോളും. അപ്പോൾ ചക്കയൊക്കെ അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് കിട്ടാം. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ചക്കയൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അരഞ്ഞും കിട്ടും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗോതമ്പ് അതുപോലെ ഗോതമ്പ് പൊടിയുടെയും പാലിൻ്റെയും
പാൽപ്പൊടിയുടെ ഒരു മിക്സ് കലക്കിയെടുത്തത്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറങ്ങ് എടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക, അതുപോലെ തന്നെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയുള്ള മിക്സ് കൂടി ചേർക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് നേരിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ. അപ്പോൾ നമുക്ക് ഒരു പച്ച വെള്ളത്തിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ വരും കേട്ടോ. സ്പാച്ചുലയും സ്പൂണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ എടുത്താൽ മതി. ഇതിൽ നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ ചേർത്താലും ഒത്തിരി കൂടി പോകണ്ട, നമ്മുടെ ആ ഒരു ചക്കയുടെ സ്മെല്ലൊക്കെ കിട്ടണം. ചക്കയൊക്കെ നന്നായിട്ട് അരഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് കവർ ചെയ്ത് 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കണം. നന്നായിട്ടൊന്ന് തണുത്ത് ക്രീമി ആയിട്ട് ഒന്നുകൂടി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോഴാണ് ഐസ്ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനിത് അവിടെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പാത്രവും ഫോയിൽ പേപ്പറൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ചൂറ്റുപാത്രം ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ടും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 മണിക്കൂറിന് ശേഷം അതൊന്ന് മാറ്റി വെക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ക്രീമി ആയിട്ടായിരിക്കും കിട്ടുക. കണ്ടോ, നല്ല ക്രീമിയാണ് കേട്ടോ. ഇനി നമ്മളിത് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കൊരു ഐസ്ക്രീം ടെക്സ്ചറോട് കൂടിയിട്ട് ഇത് കിട്ടുള്ളൂ. ഒരിക്കലും വെള്ളമോ കാര്യങ്ങളൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്, ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം നിങ്ങൾ ആരെയും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ അമ്മമാർ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയം വെക്കേഷൻ ടൈമാണ്, കുട്ടികളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരൊറ്റ തവണ റെഡിയാക്കിയാൽ പിന്നെ ഇത് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളൂ. അപ്പോൾ 2 മിനിറ്റ് കൂടി അടിച്ചിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിലോ സ്പൂണൊക്കെ വെച്ചിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ പതുക്കെ അതും കൂടി എടുക്കുകയാണ് കേട്ടോ. ഒരിക്കലും വെള്ളം ചേർക്കരുത്. ഇനി നമ്മളിത് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ തലേ ദിവസം രാത്രിയൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. 10 മണിയൊന്നും ആവണ്ട, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആയിട്ടുണ്ടാവും. നമ്മളവിടെ 8:30 ആയാൽ തന്നെ പൊരിഞ്ഞ വെയിലാണല്ലേ. 8:30 കിട്ടിയാലും നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും. പിന്നെ ഇതിലുണ്ടല്ലോ നമുക്ക് നട്ട്സൊക്കെ ചേർക്കാം, ഫ്രൂട്ട്സ് ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരിച്ചിരി വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്. ബദാം എടുക്കാം, പീനട്ട് എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നട്ട്സൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം അവിടെ സൂപ്പർ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ആ ഒരു ചക്കയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് കയറി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഐസ്ക്രീം പുറത്ത് ഒരു 2 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും അങ്ങനെ അലിയാനായിട്ട് തുടങ്ങും. ഈ ഒരു ഐസ്ക്രീം അങ്ങനെ പെട്ടെന്ന് അലിയില്ല കേട്ടോ. കണ്ടോ, നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കണ്ടല്ലോ, സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കളറോ ഐസ്ക്രീം കേട് വരാതിരിക്കാനുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് 100% വിശ്വസിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. പഞ്ചസാരയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്തോളൂ. ഇനി പഞ്ചസാര ഒഴിവാക്കിയിട്ട് റെഡിയാക്കണം തോന്നുന്നവർക്ക് തേനൊക്കെ ചേർത്ത് കൊടുക്കട്ടോ മധുരത്തിന്. ഏതായാലും നമ്മുടെ ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം അടിപൊളി രുചിയാണ്. ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. കണ്ടല്ല കോരി എടുക്കുന്ന ടെക്സ്ചറും കാര്യങ്ങളും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതുപോലെ തന്നെ ഇല്ലേ. എന്നാലോ ഒരുപാട് ചേരുവകളോ ചിലവുകളോ ഒന്നുമില്ല, എല്ലാം നമ്മൾ അടുക്കളയിലുണ്ടാവും. ഇനിയിപ്പോൾ പാല് ഇല്ലാത്തവർ പാൽ പാക്കറ്റ് കൊണ്ടുവരിക. എന്നിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. 100%
എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാം ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമും. പൊതുവേ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ആയിട്ട് എനിക്കിത് കഴിക്കാനും വല്ലാത്തൊരു ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വല്ലാത്തൊരു കൊതി കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞ്. പക്ഷേ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ കഴിച്ചൂടെ. ഇതുപോലെ 2 ബൗളിലൊക്കെ എന്തായാലും കഴിക്കാൻ പറ്റും. 2 ടീസ്പൂൺ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ഒരു 10 ചക്കച്ചുള വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്കിത് റെഡിയാക്കാം. കണ്ടോ പെർഫെക്ഷൻ, സൂപ്പറായിട്ടില്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ്. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല ടെക്സ്ചറാണ്, നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കോരിയെടുക്കുന്ന സമയത്ത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു സ്മൂത്ത് ആൻഡ് പെർഫെക്ഷൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ നോക്കി കൊടുക്കാം. പക്ഷേ അത് ഒരുപാട് ദിവസങ്ങളായിട്ടോ നല്ലൊരു വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കും, ഉണ്ടാക്കി നോക്കിയവർ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് രുചിയാണ്. പിന്നെ വലിയൊരു പണിയൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. ഏതായാലും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് തന്നെ റെഡിയാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.